ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുക, NIA സൈന്യത്തെയും ഒക്കെ അപകീർത്തിപ്പെടുത്തുക, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുക തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളാണ് എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയരുന്നത്. തന്നെയുമല്ല, പൃഥ്വിരാജിന്റെ സാമ്പത്തിക സോഴ്സിനെ സംബന്ധിച്ച് ലഷ്കർ-ഇ തൊയ്ബയും ISISും പോലെയുള്ള സംഘടനകളുമായി പൃഥ്വിരാജിന് ബന്ധമുണ്ട് എന്ന രൂപത്തിൽ വരേക്കും പ്രചാരണങ്ങൾ അവസാനിക്കുന്നില്ല. അതൊന്നും ഏതെങ്കിലും ഒരു ഓൺലൈൻ മാധ്യമം പറയുന്ന വാർത്തകളല്ല. അതിൽ കവിഞ്ഞ് രാഷ്ട്രീയ നേതാക്കൾ തന്നെ പബ്ലിക് വേദികളിൽ വന്ന് തെളിവ് ഉൾപ്പെടെയാണ് ഉദ്ധരിക്കുന്നത്. ആടുജീവിതം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ജോർദാനിൽ ഒരുപാട് നാൾ കഴിയേണ്ടി വന്നെന്നും ആ സമയത്ത് മതതീവ്രവാദികളോട് അനുഭാവം തോന്നിയെന്നും ആടുജീവിതം ചെയ്തതിന് ശേഷമുള്ള പൃഥ്വിരാജിന്റെ എല്ലാ തരത്തിലുള്ള പ്രവൃത്തികളോട്, പ്രത്യേകിച്ച് സോഷ്യൽ മാധ്യമങ്ങളിലെ പ്രവൃത്തികളിലൊക്കെ മതതീവ്രവാദമുണ്ട് എന്നുമൊക്കെ ഒരുപാട് രൂപത്തിൽ പ്രചാരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുമായി കൂട്ടി വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ. ഈ കാലഘട്ടങ്ങളിൽ സിനിമ ഒരു നല്ല ആശയ സംവാദം നടത്താനുള്ള ഇടമാണ്. അതിനുള്ള ആശയങ്ങളുമുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതി, ഒരു കാലത്ത് സിനിമ, മ്യൂസിക്, പാട്ട്, അഭിനയം, കല ഇതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞു വാദിച്ചിരുന്ന ആളുകൾ ഇന്ന് അതേ മേഖല ഉപയോഗിച്ചിട്ട് ആ ഹലാലായ മതം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതിലെ പരസ്പര വൈരുദ്ധ്യവും കൂടി നമുക്ക് ഈ സാഹചര്യത്തിൽ ചൂണ്ടിക്കാണിച്ചേ മതിയാകും. ഇന്നത്തെ യുവതലമുറയെല്ലാം സിനിമകളിൽ ആകൃഷ്ടരാണ്. സിനിമ, പാട്ട്, അഭിനയം, കല, അതുപോലെ ഡ്യുവറ്റ് ചെയ്യുന്ന മ്യൂസിക് ചാനലുകൾ, യൂട്യൂബ് പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാത്ത, ഇൻസ്റ്റഗ്രാമിൽ അടക്കം ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാത്ത, റീൽസുകൾ പോസ്റ്റ് ചെയ്യാത്ത എത്ര പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരൊക്കെ പെർഫ്യൂം അടിക്കാറില്ലേ? ഇവരുടെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ലിപ്സ്റ്റിക് പോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാറില്ലേ? മതം മാറി നിന്നു. എത്രമാത്രം ഈ ഗോത്ര മതം നമ്മളിൽ നിന്നും അകന്നു പോകുന്നു, അത്രത്തോളം നമ്മൾ ആധുനിക മനുഷ്യനായി മാറുന്നു എന്നതാണ് നേരെ. ഇപ്പൊ ഒരു ബിഗ് ബോസ് താരമുണ്ട്. ആദ്യം ക്യൂടെക്സ് ഹറാമായിരുന്നു, സ്പ്രേ ഹറാമായിരുന്നു, കുളി ഹറാമായിരുന്നു, പിന്നീട് വസ്ത്രം തന്നെ ഹറാമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പൊ ആ രൂപത്തിൽ ഇവര് കുറച്ച് നല്ല മനുഷ്യരുമായിട്ട് ഇടപഴകി ഒരുപാട് രാജ്യങ്ങൾ, തായ്ലാന്റ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ കാണുമ്പോഴാണ് അയ്യോ, ഈ പൊട്ടക്കണറ്റിനപ്പുറത്തേക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു ലോകമുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്, മതത്തിനെയൊക്കെ വലിച്ചെറിഞ്ഞ് മാനവികമായി ചിന്തിക്കുന്ന നല്ല രൂപത്തിലുള്ള മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന രീതിയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വീഡിയോകൾ ചെയ്യുന്ന സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ടിട്ടുണ്ട് പേരിന് വേണ്ടി, കുറച്ച് കഴിയുമ്പോൾ അത് വലിച്ചെറിയും. ഈ തട്ടമിട്ടിട്ട് തന്നെ ജാമിദയ്ക്കെതിരെ വീഡിയോ ചെയ്യുന്ന എത്ര പേരുണ്ട്? ഈ മീഡിയ ഉപയോഗിക്കുന്നതും മുഖം കാണിക്കുന്നതും ഒന്നും ഇസ്ലാമികമല്ല. ഇതൊക്കെ ഹറാമാണ്. ആദ്യം മതം എന്താണോ അത് അവരുടെ ജീവിതത്തിൽ പകർത്തണം. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നടക്കേണ്ടത്. ഇപ്പൊ നാണ്ട ബെറ്റിക്കോട്ടും ഇട്ടൊരു മദാലസ റാണി നടപ്പുണ്ട്. ജാമിദയെ ഇല്ലാതാക്കാനും ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിനും പറഞ്ഞ ആദ്യം സ്വന്തം ജീവിതം ഇസ്ലാമികമാക്കി മാറ്റണം. അത് കഴിഞ്ഞിട്ട് മതത്തിന്റെ വൈകാരികതകളൊക്കെ എടുത്തണിയാം, കുഴപ്പമില്ല. ആദ്യം നമ്മൾ ഒരു മുസ്ലിം ആണ് എന്ന് കാണുന്നവർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് തോന്നണം. നമ്മുടെ മനസാക്ഷിയുടെ കോടതിയിൽ ചെയ്യുന്ന ഒരു വിചാരണയിൽ നമുക്കത് ബോധ്യപ്പെടുകയും വേണം. ഹറാമാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതം വരുമ്പോൾ ഹലാലാകുന്നു. ഉസ്താദുമാര് പറയുന്നു, ഫോട്ടോ എടുക്കല്ലേ, ജൂതന്മാരെ ശപിച്ചോണേ, അല്ലാഹുവേ ഇസ്ലാമിന് നീ പ്രതാപം നൽകണമേ, ബഹുദൈവ ആരാധകരായിട്ടുള്ള മുസ്ലിങ്ങളെ നീ നശിപ്പിക്കണേ, അവരെ നിന്ദന്മാരാക്കണേ, നീചന്മാരാക്കണേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ഇസ്ലാമിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സകലമാന പള്ളി മിമ്പറുകളിൽ നിന്നും ഉയരുന്ന വാചകമാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കണേ, ഇല്ലാതാക്കണേ, ഇല്ലാതാക്കണേ. എന്നിട്ട് ഇവര് പറയുന്നത് എന്താ? മതേതരത്വം. നമ്മൾ ഭയങ്കര മാനവികനാണ്. ഇപ്പൊ ഇന്ന് ഈദ് സെലിബ്രേഷൻ നടക്കുക. 30 ദിവസം പട്ടിണി ഇരുന്നതിന്റെ ഏതാണ്ട് തീറ്റ മഹോത്സവം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇനി അടുത്ത ഇന്നും കൂടിയാണ് ഉത്സവമാണ് തീറ്റയുടെ. ഇവർക്ക് ഇറച്ചി വാങ്ങാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം വേണം. ആഴ്ചയിൽ 2, 3, 4 ദിവസം ഇറച്ചി വാങ്ങുന്ന ടീം അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ദിവസം മാറ്റി വെക്കുക. ഇറച്ചിയും ബിരിയാണി, നെയ്ച്ചോറും തിന്നുന്നതിന് വേണ്ടി മാത്രം. എന്നിട്ട് ഇന്ന് ഒരു ഹിന്ദു വേഷം, ഒരു ക്രിസ്ത്യൻ വേഷം, ഒരു മുസ്ലിം വേഷം. ഇന്നിപ്പം മതേതരത്വത്തിന്റെ ആറാട്ടായിരിക്കും സോഷ്യൽ മീഡിയകളിൽ.
ഇനി 30 ദിവസത്തേക്ക് ഈ സോഷ്യൽ മീഡിയ ഒക്കെ മാറ്റി വെച്ചിരുന്ന ആളുകളൊക്കെ ഇന്നു മുതൽ ആറാട്ടായിട്ട് ഇറങ്ങും, പൂരത്തെറിവിളിയുമായിട്ട്. ഇത് ഇവരുടെ ഒരു രീതിയാണ്. അപ്പൊ ഒരു കാലത്ത് ഹറാമായിരുന്ന പലതും ഈ കാലത്ത് ഹലാലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഹലാലാണോ? നിങ്ങൾ ചെയ്യുന്നത് മതമാണോ? നിങ്ങൾ ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസിയാണോ? അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇസ്ലാം ഉണ്ടാക്കാൻ വന്നാൽ മതി എന്ന് നമ്മൾ പറയും. അല്ലെങ്കിലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തുടക്കം മുതൽ തന്നെ വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. ഗോദ്ര കലാപത്തെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. ഗോദ്ര തീവണ്ടി തീവെപ്പും ഗുജറാത്ത് കലാപവും ഒക്കെ വലിയ രൂപത്തിൽ ഇതിനകത്ത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പാണ് ഗോദ്രയിലെ ഈ തീവണ്ടി തീവെപ്പ് നടക്കുന്ന സമയത്ത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആരാ? നരേന്ദ്രമോദിയാ. അപ്പൊ കാര്യങ്ങൾ ആ വഴിക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച ആളുകൾ, വിവാദം ആ വഴിക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ച ആളുകൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു. ഏറ്റവും ഒടുവിൽ ആദ്യം ഈ വീഡിയോ ഷൂട്ടിംഗ്, ഈ ഫോട്ടോ, അതല്ലെങ്കിൽ ഈ സിനിമ മൊത്തം കണ്ടവരാണ് സെൻസർ ബോർഡ്. എന്നിട്ടും 2 സീനുകൾ മാത്രം കട്ട് ചെയ്തിട്ട് സെൻസർ ബോർഡിന് അംഗീകാരം നൽകി. ഇപ്പോൾ 17ഓളം സീനുകൾ കട്ട് ചെയ്യാനാണ് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം. അപ്പോൾ സെൻസർ ബോർഡിനകത്തുള്ളത് ജിഹാദികളാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് അംഗീകാരം കിട്ടുന്നത് എന്നതാണ് ചോദ്യം. നീക്കം ദില്ലിയിൽ ബിജെപിക്ക് എമ്പുരാൻ വെറും കലയല്ല. ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. വൻ നീക്കം ദില്ലിയിൽ. ബിജെപി കേരള പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ദില്ലിയിലേക്ക് എത്തി. ഗുജറാത്ത് കലാപത്തെ തെറ്റായി അവതരിപ്പിച്ച സിനിമ എങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുമെന്നും വൻ നടപടി ഉണ്ടാകുമെന്നും സൂചന. ഒരിക്കൽ ഇൻകം ടാക്സിന്റെ കൂറ്റൻ തല്ല് വാങ്ങി 900 കോടി പോയ ഗോകുലം ഗോപാലൻ അടക്കം പ്രതിസന്ധിയിലേക്കെന്ന് സൂചനകൾ. പൃഥ്വിരാജ് സുകുമാരന്റെ മുൻകാല നീക്കങ്ങളിൽ കണ്ണുവയ്ക്കുന്നു. എമ്പുരാനെ പിടിക്കാൻ ഇഡിയോ NIA-യോ. സ്വാമി ഭദ്രാനന്ദ് മുമ്പ് പറഞ്ഞതുപോലെ ദാവൂദ് ഇബ്രാഹിം ബന്ധം അന്വേഷിക്കണം. ഇഡി അതിന്റെ നടപടി തുടങ്ങി. എന്തായാലും എമ്പുരാൻ മോദിയുടെ റഡാറിലേക്ക്. റിപ്പോർട്ടിലേക്ക്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഏറ്റെടുക്കുന്നു എന്നുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവരികയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ്. കർമ്മ ന്യൂസ് ഡൽഹിയിൽ നിന്നും ബ്രേക്ക് ചെയ്യുന്ന വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് ഈ വിഷയം ശ്രദ്ധയിൽ പെട്ടിരിക്കുന്നു. അവരുടെ അന്വേഷണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഗുജറാത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ഗുജറാത്തുമായി ബന്ധപ്പെട്ടുള്ള കലാപത്തിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്തുകയും അതുപോലെ തന്നെ ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറച്ചുവെക്കുകയും ചെയ്യുകയായിരുന്നു ഈ സിനിമയിലൂടെ. അന്നത്തെ ഗുജറാത്ത് കലാപമുണ്ടായ സമയത്ത് ഗുജറാത്തിലെ BJPയുടെ നേതാക്കളായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ അമിത്ഷായ്ക്കെതിരെയും രൂക്ഷമായിട്ടുള്ള ചില പരോക്ഷ വിമർശനങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കലാപത്തിലൂടെയാണ് നിലവിലെ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ തുടരുന്നത് എന്നുള്ള സൂചനകൾ വന്നിരുന്നു. ഈ ചിത്രത്തിൽ ഓരോ സാഹചര്യത്തിലും ഇവർ സീസണുകൾക്കനുസരിച്ചിട്ട് ഈ ഗുജറാത്ത് കലാപം എടുത്ത് മാർക്കറ്റ് ചെയ്യും. അതുവഴി കൃത്യമായിട്ട് ഗോദ്രയിൽ എന്താണ് കർഷകർക്ക് സംഭവിച്ചത്, S6 കോച്ചും S7 കോച്ചിനും എന്താണ് സബർമതി എക്സ്പ്രസിൽ സംഭവിച്ചത് എന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് അതിനെ വിശദീകരിക്കാനും ജനങ്ങൾക്കത് മനസ്സിലാക്കാനും സാഹചര്യം ഒരുക്കുകയും അത് BJPക്ക് വലിയ രൂപത്തിൽ വിജയമായി പരിണമിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ നിരോധിച്ച BBC-യിലെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മലയാളത്തിൽ നമ്പർ 1 ആദ്യം വിവരങ്ങൾ പുറത്തുവിടുകയാണ് കർമ്മ ന്യൂസ്. നിങ്ങൾക്കറിയാം, ഇന്ന് രാവിലെ എമ്പുരാൻ റീ എഡിറ്റ് ചെയ്യുന്നു എന്നുള്ള ആദ്യത്തെ വിവരം കർമ്മ ന്യൂസ് ആയിരുന്നു പുറത്തുവിട്ടത്. ഏതൊക്കെ ഭാഗങ്ങളായിരുന്നു റീ എഡിറ്റ് ചെയ്യുന്നതെന്നും അത് 17 ഭാഗങ്ങളായി വെട്ടിക്കണ്ടിക്കും എമ്പുരാൻ. മാത്രമല്ല ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യും, ഗർഭിണിയെ കൊല്ലുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ഒഴിവാക്കും. അതുപോലെ തന്നെ ദേശീയതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരായിട്ട് വരുന്ന എല്ലാ പരോക്ഷ ഭാഗങ്ങളും എമ്പുരാനിൽ നിന്ന് നീക്കം ചെയ്യും എന്നുള്ള നിർമ്മാതാവ് ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളുടെ അറിയിപ്പ് ആദ്യമായിട്ട് പുറത്തുവിട്ടതും റീ എഡിറ്റ് വാർത്ത പുറത്തുവിട്ടതും കർമ്മ ന്യൂസ് ആയിരുന്നു. ജനലക്ഷങ്ങൾ, മില്യൺ കണക്കിന് ആളുകളാണ് ഞങ്ങളുടെ ആ വാർത്ത ഏറ്റെടുത്തതും മലയാളത്തിലെ നമ്പർ 1 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ പിന്തുണച്ചതും ജനകോടികളുടെ ഒരു ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള സ്ഥാപനം തന്നെയായി ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർമ്മ ന്യൂസ് നക്ഷത്ര തിളക്കത്തിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തുവിടുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിരിക്കുന്നു. ഇത് ചെറിയ വിഷയമല്ല. ചിന്ന കാര്യങ്ങളിലൂടെ അങ്ങ് കടന്നു പോകാമെന്ന് ആരും കരുതണ്ട. ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. ഞങ്ങൾ ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇത് ദാവൂദ് ഇബ്രാഹിമിന്റെ നിക്ഷേപം ഉണ്ടോ എന്ന് കേന്ദ്ര അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള വിവരം. അദ്ദേഹത്തെ മാത്രമല്ല, ഫാരിസ് അബൂബക്കറിനെ പോലെയുള്ള ആളുകളെയും നമ്മൾ സംശയിക്കണം. കാരണം കേരളത്തിൽ അവർക്കൊക്കെ ധാരാളം വേരുകളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതിന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള, വ്യക്തമായിട്ടുള്ള, സുദൃഢമായിട്ടുള്ള അജണ്ടകളുണ്ട്. അത് ഈ സിനിമയിലൂടെ ഒളിച്ചു കടത്താനാണ് ശ്രമിക്കുന്നത്. ചാക്ക് കണക്കിന് പണം വന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതല്ലേ നമ്മുടേത്. ഓഫീസുമായി ബന്ധപ്പെട്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുകയും രാജ്യത്തിന് അപമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള സിനിമയുടെ ഇതിവൃത്തം
എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിരവധി പരാതികളാണ് എത്തിയിരുന്നത്. അത് കേരളത്തിൽ നിന്നുള്ളവരും ഗുജറാത്തിൽ നിന്നുള്ളവരും ഉൾപ്പെടെ സിനിമയുമായി ബന്ധപ്പെട്ട് പരാതികൾ അയച്ചിരുന്നു. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഈ ചിത്രം പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. പല സംസ്ഥാനങ്ങളിൽ ഇതിന്റെ പ്രദർശനം നടത്തിയിരുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിന്റെ ഇതിവൃത്തം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാർ അധികാരത്തിലെത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ചിത്രം എങ്ങനെ ഇത്ര വർഷത്തിന് ശേഷം ഗുജറാത്ത് കലാപത്തിൽ നടന്ന ഇത്ര വർഷത്തിന് ശേഷം വീണ്ടും അവിടുത്തെ കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഗോത്ര അടക്കമുള്ള കലാപത്തിന്റെ കാരണമായിട്ടുള്ള വസ്തുതകളെ ഒളിച്ചു വെക്കുകയും അല്ലെങ്കിൽ വളച്ചൊടിക്കുകയും ചെയ്തു. അതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രീയ നേതാക്കൾ പിന്തുണ കൊടുത്തവർ അവരെല്ലാം കുടുങ്ങും. പ്രധാനമന്ത്രി ഇവിടെ നോട്ടപ്പുള്ളികൾ ആകും എന്ന് തന്നെ പറയാം. തന്നെയുമല്ല, ഒരുപാട് ആളുകൾ ഈ സിനിമയെ നിരീക്ഷിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരിൽ അധികം ആളുകളും ഈ സിനിമയെ നിരൂപണം നടത്തിയിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. കാരണം ഒരു രാജ്യത്തിന്റെ സകലമാന യശസ്സിനെയും തകർത്ത് കളയത്തക്ക രൂപത്തിൽ ഗർഭിണിയുടെ വിഷയം ആര്, എവിടെ, എപ്പോൾ സംഭവിച്ചു എന്ന് എത്ര കാലങ്ങളായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഗർഭിണിയും ശൂലവും ഒന്നും ഇനിയും ഇവർക്ക് നിർത്താനായിട്ടില്ലേ? അതല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, കോയമ്പത്തൂരിൽ ഉക്കട ഫറൂഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, യുക്തിവാദിയാണ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. യുക്തിവാദ പോസ്റ്റ്, ഇസ്ലാം മത വിമർശനം. ശരി, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? ഉണ്ട്. കാരണം എന്താ? ആ ഫറൂഖിന്റെ മാതാപിതാക്കളെ നമ്മൾ ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ ഫറൂഖിന്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ട്. പിന്നീട് ട്രെയിനിലെ സീറ്റ് തർക്കത്തെ തുടർന്ന് ജുനൈദിനെ കൊലപ്പെടുത്തിയത്. ശരി, അതിനെ സംബന്ധിച്ചും നമ്മൾ വ്യക്തമായിട്ടും ആ വീട് അന്വേഷിക്കുകയും യുക്തിവാദികൾ അവിടെ ചെല്ലുകയും ഒക്കെ ചെയ്ത് നിജസ്ഥിതി അറിഞ്ഞിട്ടുണ്ട്. ഈ ഗർഭിണിയും ശൂലവും ആരെയെങ്കിലും ഒരാളെ ഒന്ന് കൊണ്ടുവന്ന് നിർത്തും. അവരുടെ ബന്ധുക്കളിൽപ്പെട്ട, അവരെ അറിയുന്ന, അവരുടെ നാട്ടുകാരിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടാവില്ലേ? ഒരു നുണ 1,00,000 തവണ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി, നുണ നുണയായി തന്നെ നിൽക്കും. പിന്നെ ആ നുണകളെ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം. അത് വിശ്വസിക്കുന്നത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ യാഥാർത്ഥ്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. ഗുജറാത്ത് കലാപം എത്ര കാലമായി നരേന്ദ്രമോദിക്ക് എതിരെ എടുത്ത് പയറ്റുന്ന തുരുമ്പ് പിടിച്ച ഒരു ആയുധമല്ലേ അത്? എന്താ ഇത്ര ഈ 10 വർഷമായിട്ട് പിന്നെ 10 വർഷത്തിലധികമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചിട്ട് ഒന്നുമില്ലേ നരേന്ദ്രമോദിയെ കുറിച്ച്? ഗുജറാത്ത് കലാപം അല്ലാതെ നിങ്ങൾക്ക് ഇളക്കി കൊണ്ടുവരാൻ ഒന്നുമില്ല അല്ലേ? അതെ, രാജ്യത്തിന്റെ പുരോഗതിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രിയിൽ ആരോപിക്കാൻ നിങ്ങൾക്ക് 2002 ഗുജറാത്ത് കലാപത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദി യാതൊരു പങ്കുമില്ല നരേന്ദ്രമോദിക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നിരുപാധികം സുപ്രീം കോടതി പോലും വിട്ടയച്ചിട്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധരായ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ഈ രാജ്യത്തുണ്ട്. അവരെ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നന്ദി.